വോട്ട് നില ഇപ്പോൾ 2 മണി പിന്നിടുമ്പോൾ 40.78% പോളിംഗ് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. മികച്ച പ്രതികരണം രാവിലെ മുതൽ വോട്ടർമാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ നിലയിലേക്ക് പോളിംഗ് ഉയർന്നിട്ടുള്ളത് എന്നതിൽ തർക്കമില്ല. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം, മാവേലിക്കര, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ലോക്സഭാ മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ കൊല്ലത്ത് മാത്രമാണ് ചെറിയ, അതായത് 40% താഴെ വോട്ട് രേഖപ്പെടുത്തിയ സാഹചര്യമുള്ളത്. ആലപ്പുഴ മുതൽ ചാലക്കുടി വരെയുള്ള മധ്യ കേരളത്തിലെ മണ്ഡലങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാൽ അതിൽ എറണാകുളം ജില്ലയിൽ മാത്രമാണ് വോട്ട് ശതമാനത്തിൽ നേരിയ കുറവുള്ളത്. അങ്ങനെ കേരളം വിധി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഗ്രാമപ്രദേശങ്ങൾ, അർബൻ മേഖലകൾ, അതോടൊപ്പം തന്നെ നഗര കേന്ദ്രീകൃതമായ പ്രദേശങ്ങൾ എന്നുവേണ്ട കേരളത്തിൽ ഇത്തവണ നടന്നിട്ടുള്ള ഉഴുതുമറിച്ചിട്ടുള്ള പ്രചാരണം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. അങ്ങനെ 45 ദിവസത്തിലധികം സമയം ലഭിച്ചതുകൊണ്ട് തന്നെ വലിയ പോളിംഗ് ശതമാനം ഉയർത്താൻ ഇത്തവണ സാധ്യതയുണ്ട് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. എങ്കിലും ഈ കനത്ത ചൂട് വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് തടയുമോ എന്ന ആശങ്ക വെച്ചു പുലർത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് തിരുവനന്തപുരത്ത് നിന്നുള്ള ആ കാഴ്ച കാണാൻ സാധിച്ചത്. അതായത് തീരദേശ മേഖലകളിൽ നിന്നുള്ള ആളുകൾ വലിയ തോതിൽ വോട്ട് രേഖപ്പെടുത്തുന്നു. തിരുവനന്തപുരം പോലെയുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ തീരദേശ മേഖല എന്നത് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് ചർച്ചയായ ഒരു സാഹചര്യമുണ്ട്. തീരദേശ മേഖലയിലുള്ളവർ തുടർച്ചയായി അവഗണന നേരിടുന്നു. അത് കേന്ദ്ര സർക്കാരിൽ നിന്ന്, സംസ്ഥാന സർക്കാരിൽ നിന്ന് ഉൾപ്പെടെയാണ് തങ്ങൾ ഈ അവഗണന നേരിടുന്നത് എന്ന ആക്ഷേപമുണ്ട്. അവർക്ക് കൃത്യമായ പാക്കേജുകൾ ഇല്ല, പുനരധിവാസ സംവിധാനങ്ങളില്ല എന്നതൊക്കെയായിരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന്റെ വിജയത്തെ നിർണയിച്ചതിൽ പ്രധാനമായിരുന്നു തീരദേശ മേഖലയിലെ വോട്ടുകൾ എന്നതും എടുത്തു പറയേണ്ടതാണ്. തീരദേശ മേഖല ഒന്നടങ്കം UDF സ്ഥാനാർത്ഥിയായി ശശി തരൂരിനെ പിന്തുണച്ച ഒരു സാഹചര്യം 2019 ഉണ്ടായിരുന്നു. ഒരു പക്ഷേ BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നുവെങ്കിൽ അത് തിരുവനന്തപുരത്ത് നിന്നായിരിക്കുമെന്ന് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിലയിരുത്തിയിരുന്നു. പക്ഷേ അന്ന് മത്സരിച്ചിരുന്ന കുമ്മനം രാജശേഖരനെതിരെ വ്യാപകമായ തരത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ വോട്ട് UDF സ്ഥാനാർത്ഥിയായിരുന്ന ശശി തരൂരിലേക്ക് തീരദേശ മേഖല ഒന്നടങ്കം വോട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെയായിരുന്നു ശശി തരൂരിന് അവിടെ മികച്ച മാർജിനിൽ വിജയിക്കാൻ സാധിച്ചത്. പക്ഷേ ഇത്തവണ തീരദേശ മേഖലയിലെ വോട്ടർമാർ എന്താണ് കരുതി വെച്ചിട്ടുള്ളത് എന്നത് ഒരു മുന്നണികൾക്കും പിടുത്തം നൽകാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് തീരദേശ മേഖലയിലെ ഈ കനത്ത പോളിംഗ് എന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഇനി കാസർഗോഡ് നിന്ന് KV ബൈജു ആണ് ചേരുന്നത്. ബൈജു, ഇപ്പോഴും ഈ കണക്കുകൾ പുറത്തു വരുമ്പോൾ കാസർഗോഡ് അടക്കം മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണയും അത്തരത്തിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലമാണ്. ഇപ്പോഴിതാ 2 മണിയാകുമ്പോൾ 41% വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ഒരു ഒഴുക്ക് ഇപ്പോഴും തുടരുകയാണോ? എന്താണ് വിവരങ്ങൾ? തീർച്ചയായും അഭിലാഷെ, പുലർച്ചെ 6 മണി മുതൽ തന്നെ നമുക്ക് കാണാമായിരുന്നു ഓരോ പോളിംഗ് ബൂത്തിന് മുന്നിലും നീണ്ട നിര. എന്തായാലും ഇപ്പോഴും സമാന അതേ അവസ്ഥ തന്നെ തുടരുകയാണ്. കടുത്ത ചൂടിനെയും വകവയ്ക്കാതെ ഇത്തരത്തിൽ ഓരോ പോളിംഗ് ബൂത്തിന് മുന്നിലും നിരവധി ഇത്തരത്തിൽ ആളുകൾ എത്തുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. കൈക്കുഞ്ഞുമായൊക്കെ എത്തി ക്യൂ നിൽക്കുന്നു. പക്ഷേ വലിയ തോതിലുള്ള ഒരു ആക്ഷേപം ഉയരുന്നത് ഇത് മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരുന്നു എന്നാണ്. മന്ദഗതിയിലാണ് പല സ്ഥലങ്ങളിലും ഈ വോട്ടെടുപ്പ് നടക്കുന്നത് എന്ന വലിയ ആക്ഷേപം ഉയരുന്നു. 3-4 മണിക്കൂറൊക്കെ ഇത്തരത്തിൽ ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നു എന്ന ഒരു പരാതി, ഇത്തരത്തിൽ ആക്ഷേപം വലിയ തോതിൽ ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും വളരെ സമാധാനപരമായി തന്നെയാണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ പോളിംഗ് പുരോഗമിക്കുന്നത്. ഇതിനിടയിൽ പയ്യന്നൂരിലെ 78ാം ബൂത്ത് CPM പ്രവർത്തകർ പിടിച്ചെടുത്തു എന്ന ഒരു ആരോപണവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ സംഭവത്തിൽ പയ്യന്നൂർ പോലീസ് നിലവിൽ കേസ് എടുത്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ വളരെ സമാധാനപരമായി തന്നെയാണ് കാസർഗോഡ് ജില്ലയിൽ ഇത്തരത്തിൽ പോളിംഗ് പുരോഗമിക്കുന്നത്. ഇപ്പോഴും എല്ലാ ബൂത്തുകളുടെയും മുന്നിൽ നീണ്ട നിര തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ബൈജു, കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം മികച്ച വോട്ട് ആണ് രേഖപ്പെടുത്തിയത് കാസർഗോഡ് മണ്ഡലത്തിൽ എന്നത് നമുക്കറിയാം. അവിടെ 80.66 ആയിരുന്നു 2019 കണക്കുകൾ. 14 ലക്ഷത്തിലധികം വോട്ടർമാർ ഉള്ള മണ്ഡലമാണിത്. 14,52,230 വോട്ടർമാരാണുള്ളത്. അതിൽ സ്ത്രീ വോട്ടർമാരാണ് കാസർഗോഡ് മണ്ഡലത്തിൽ അധികമായുള്ളത്. 7,50,000-ലധികം സ്ത്രീ വോട്ടർമാർ ഉള്ള മണ്ഡലം കൂടിയാണ്. ബൈജു, ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പുറത്തു വരുമ്പോൾ കാസർഗോഡ് നിന്നുള്ളത് ഏതാണ്ട് 46% പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണത്തേതുപോലെ 80% മുകളിലേക്ക് വോട്ട് നില എത്തുവാനുള്ള ഒരു സാധ്യതയാണോ ഇപ്പോൾ കാണുന്നത്?
തീർച്ചയായും അഭിലാഷ്, കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന അത്തരത്തിൽ തന്നെയാണ്. 80% മുകളിലേക്ക് പോളിംഗ് എന്തായാലും ഉയരുന്ന സാഹചര്യം തന്നെയാണ് നിലവിൽ. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം ഇടത് ശക്തി കേന്ദ്രങ്ങളിലാണ് രാവിലെ മുതൽ തന്നെ പോളിംഗ് ശതമാനം വർദ്ധിച്ചിരിക്കുന്നത്. 50% മുകളിൽ പയ്യന്നൂരിൽ എത്തിയിരിക്കുന്നു പോളിംഗ് ശതമാനം എന്നതാണ്. അതുപോലെ തന്നെ കല്യാശ്ശേരിയിലും 48% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ ഇടത് കേന്ദ്രങ്ങളിൽ വലിയ തോതിലുള്ള പോളിംഗ് ശതമാനം വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ് ഈ തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. എന്തായാലും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 80 എന്നുള്ളത് ഇത്തവണ മറികടക്കും. അതിൽ കൂടുതൽ പോളിംഗ് ശതമാനം ഉണ്ടാവും ഈ കണക്കിന് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ തവണയൊക്കെ ഈ സമയത്തൊന്നും ഇത്തരത്തിലുള്ള വലിയ ക്യൂ ഇത്തരത്തിൽ കാണാൻ എന്തായാലും സാധിച്ചിരുന്നില്ല. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ഇത് ഹോസ്തുർഗ് സ്കൂളാണ്. ഈ സ്കൂളിൽ ഉച്ചയോടുകൂടി തന്നെ സാധാരണ ഒരു ക്യൂ അത്തരത്തിൽ ഉണ്ടാവുന്നതാണ്. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇപ്പോഴും വലിയ തോതിലുള്ള ആൾക്കാർ ഇപ്പോഴും വോട്ട് ചെയ്യാൻ ആൾക്കാർ വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. 6 മണിക്കൊക്കെ ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്നിട്ടും ഇപ്പോഴും ആൾക്കാർ ഇത്തരത്തിൽ വരുന്നു. എന്തായാലും ഇത് വളരെ വൈകിയാണ് ഈ വോട്ടെടുപ്പ് നടക്കുന്നതെന്ന് വലിയ ആക്ഷേപമുണ്ട്. 3-4 മണിക്കൂറും ക്യൂ നിൽക്കേണ്ട ഒരവസ്ഥ. കടുത്ത ചൂടാണ് കാസർഗോഡ്. ഇന്നും കടുത്ത ചൂടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനിടയിലും ഇതിന് വകവയ്ക്കാതെയാണ് ഇത്തരത്തിൽ വോട്ടെടുപ്പിന് ഇത്തരത്തിൽ ആൾക്കാർ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. അഭിലാഷ്, അതാണ് കാസർഗോഡ് വോട്ടിംഗ് വളരെ സാവധാനത്തിലാണ് നടക്കുന്നത്. പല ബൂത്തുകളിലും വോട്ടർമാർക്ക് മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. ഉച്ചയ്ക്ക് 2:13 സമയം രേഖപ്പെടുത്തുമ്പോൾ 44.86% ആളുകൾ ഇതിനോടകം തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്ത് 43%, ആറ്റിങ്ങലിൽ 46% എന്നിങ്ങനെയാണ് വോട്ടിംഗ് നില. ആലപ്പുഴയിൽ വലിയ വോട്ടിംഗ് നിലയാണ് രേഖപ്പെടുത്തുന്നത്. 47%-ലധികം ആളുകൾ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ കണ്ണൂരാണ് ആ നിലയിൽ 47% വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു ലോക്സഭാ മണ്ഡലം. അതായത് ഉച്ചയ്ക്ക് 2:13 ഡേറ്റകൾ പുറത്തു വരുമ്പോൾ പൊന്നാനിയും മലപ്പുറവും ഒഴികെയുള്ള കേരളത്തിലെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും 40% മുകളിലേക്ക് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരാശരി കണക്ക് പരിശോധിക്കുമ്പോൾ അത് 44.89 എന്നതിലേക്ക് എത്തി നിൽക്കുന്നു. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കനത്ത പോളിംഗ് ആണ്. 46% മുകളിലേക്ക് വോട്ട് എത്തിയിരിക്കുന്നു. ചാലക്കുടിയിലും ഇതേ സമാനമായ സാഹചര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റു മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ കാസർഗോഡ്, ഇപ്പോൾ KV ബൈജു വാർത്ത റിപ്പോർട്ട് ചെയ്ത കാസർഗോഡും 46% മുകളിലേക്ക് വോട്ടിംഗ് ശതമാനം ഉയരുന്നു. ആലപ്പുഴയിലാണ് ഈ ഘട്ടത്തിലും ഏറ്റവും ഉയർന്ന പോളിംഗ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആലപ്പുഴയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ UDF കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ പോലും കേരളത്തിൽ ഇടതുപക്ഷത്തിന് വിജയിച്ച് കയറാൻ സാധിച്ചത് ആലപ്പുഴയിൽ നിന്നായിരുന്നു. അവിടെ ഇത്തവണ സിറ്റിംഗ് MP ആയ AM ആരിഫ്, അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ, NDയുടെ സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ എന്നിവർ എത്തിയപ്പോൾ കനത്ത പോളിംഗ് തന്നെ നടക്കുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, സമയം 2:15 പിന്നിടുമ്പോൾ കേരളം 44.89% പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 4 മണിക്കൂറുകൾ കൂടി മാത്രമാണ് ശേഷിക്കുന്നത്. അതോടുകൂടി കേരളത്തിന്റെ വോട്ട് ശതമാനം എത്ര എന്നത് സംബന്ധിച്ച പ്രാഥമികമായ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. അതോടൊപ്പം തന്നെ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള വോട്ടിംഗിന്റെ ഏറ്റവും പുതിയ കണക്കുകളും വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികളും ഒപ്പം ചേരും. വളരെ പെട്ടെന്ന്